ഞാൻ കുറച്ച് ദിവസം മുൻപേ പറഞ്ഞതാണ്, നമ്മുടെ രാഷ്ട്രത്തിനാണ് നമ്മൾ ഓരോരുത്തരും പ്രഥമ പരിഗണന കൊടുക്കേണ്ടതെന്ന്. എന്നാൽ കുറച്ച് ആളുകൾക്ക് നമ്മുടെ രാഷ്ട്രത്തെക്കാൾ ഇഷ്ടം മറ്റ് ചില കാര്യങ്ങളോടാണ്, ചില രാജ്യദ്രോഹപരമായ ബന്ധങ്ങളോടാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ച് ക്യൂബ എന്ന മലയാളി സംഘടന, അത് കൊച്ചി യൂണിവേഴ്സിറ്റി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്, അവർ നടത്തിയ ഒരു പരിപാടിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്ററും ഇന്ത്യക്കെതിരെ തുടരെ പരാമർശങ്ങൾ നടത്തുന്നതും അവിടുത്തെ തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായി മാറിയ ഷാഹിദ് അഫ്രീദിക്ക് നാണം കെട്ട രാജ്യദ്രോഹികളായ മലയാളി കൂട്ടായ്മ സ്വീകരണം കൊടുത്തിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ഓർക്കണം, പഹൽഗാം മുസ്ലിം തീവ്രവാദ ആക്രമണത്തിൽ നമ്മുടെ 26 സ്ത്രീകളുടെ നെറ്റിയിലെ കുങ്കുമം മാഞ്ഞപ്പോൾ നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയ തീവ്രവാദത്തെ അനുകൂലിക്കുന്ന അഫ്രീദി പറഞ്ഞത് നിങ്ങളുടെ പട്ടാളത്തിന് നിങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള കേൾപ്പില്ല എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ നമ്മുടെ കാലിൽ വീണ് രക്ഷിക്കണമെന്ന അപേക്ഷയ്ക്ക് ശേഷം ഇന്ത്യ ആക്രമണങ്ങൾ നിർത്തിയപ്പോൾ പാകിസ്ഥാൻ ഭാരതത്തെ മുട്ടുകുത്തിച്ചു എന്ന് പറഞ്ഞ് ലാഹോറിൻ്റെ തെരുവുകളിൽ പ്രകടനം നടത്തി ഇന്ത്യക്കെതിരെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പരാമർശനം നടത്തിയ ഈ വ്യക്തിയെ നിങ്ങൾക്കെങ്ങനെ അതിഥിയെ ക്ഷണിക്കാൻ കഴിഞ്ഞു? സ്റ്റേജിൽ സംസാരിക്കാൻ അവസരം കൊടുക്കാൻ കഴിഞ്ഞു? അവസാനം സമ്മാനം നൽകി പറഞ്ഞറിയിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു? അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ രാജ്യത്തോട് ഒരു കൂറുമില്ല, രാജ്യത്തെ സംവിധാനത്തോട് ഒരു വിശ്വാസവുമില്ല. നമ്മുടെ രാജ്യം പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാഷ്ട്രത്തോട് എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളും അവസാനിപ്പിച്ച ഈ വേളയിലാണ്, അത് വ്യാപാരമാകാം, സിന്ധുജല കരാറാകാം, ഈവൻ ക്രിക്കറ്റ് ബന്ധം പോലും അവസാനിപ്പിച്ച ഈ സമയത്താണ് നിങ്ങൾ ഇന്ത്യക്കെതിരെ നിരന്തരം പരാമർശനം നടത്തുന്ന തീവ്രവാദത്തെ അനുകൂലിക്കുന്ന ഷാഹിദ് അഫ്രീദിയെ സ്റ്റേജിൽ കയറ്റി ആദരവ് നൽകിയത്. നിങ്ങൾ ഈ രാജ്യസ്നേഹമുള്ള ഒറ്റ ഒരുത്തനും പോലും ഇല്ലായിരുന്നോ ഒന്ന് ശബ്ദിക്കാൻ? ഇന്ത്യക്കെതിരെ തുടരെ ഭീകരാക്രമണം നടത്തുന്ന പന്നിസ്ഥാനെ അനുകൂലിക്കുന്ന ഇവരെ സ്റ്റേജിൽ കയറ്റാൻ കഴിയില്ല എന്ന് വിളിച്ചു പറയാൻ? ഇടതു ജിഹാദിസം തലയിൽ കയറ്റിയ ഒരു കൂട്ടം ആളുകൾ നടത്തിയ പരിപാടിയായിരുന്നു ഇതെന്ന് പരിപാടിയുടെ പോസ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. ലജ്ജ തോന്നണം നിന്നെയൊക്കെ ഓർത്ത്. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും പറയാതിരിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം സത്യമാണ്, ഇന്ത്യയുടെ ശത്രുക്കൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അവർ മറ നീക്കി ഇടയ്ക്കിടെ ഇങ്ങനെയൊക്കെ വരും. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് സ്വീകരണം കൊടുത്താൽ നിങ്ങൾ രാജ്യദ്രോഹപരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും.